ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ബ്രഷപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം ഇപ്പോൾ ടൈം 8 മണിയായി. വ്ളോഗ് എടുക്കുകയാണ്. തമ്പുരുമ്പോൾ ഇതുവരെയിട്ടണമെന്നില്ല. അപ്പോൾ അവൾ ഉണരുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ആക്കിക്കൂട്ടിയിരുന്നാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കില്ലെങ്കിൽ അവൾ ഭയങ്കര അലമ്പും ഭയങ്കര കുസൃതിയും കരച്ചിലും ഒക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളുടെ പുറകെ നടക്കേണ്ടി വരും. അങ്ങനെ ഞാനിപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞ് കടുക് പൊട്ടിച്ചൊഴിക്കാൻ പറഞ്ഞു കറിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി വേഗം കടുക് പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ തലേദിവസം ഇന്നലെ വന്നിട്ട് തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാനത് നൂത്തിടാമെന്ന് കരുതി. കുറേ നാൾ മഴയായതുകൊണ്ട് തന്നെ തുണി അലക്കിയിട്ടാലും 3 ദിവസമൊക്കെ പിടിക്കും ഒന്ന് ഉണങ്ങി കിട്ടാൻ. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറ്റിവിട്ട് ഒക്കെയാണ് ഉണക്കി എടുത്തുകൊണ്ടിരുന്നത്. അപ്പം വെയിലുള്ള സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. അന്നേരം പെട്ടെന്ന് രാവിലെ ഇപ്പോൾ കഴുകിയിട്ടാലും 10-11 മണിയുള്ളിൽ ഉണങ്ങി കിട്ടുമായിരുന്നു. അങ്ങനെ 2-3 ട്രിപ്പൊക്കെ കഴുകിയാലും പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടുമായിരുന്നു. ഇപ്പം മഴ വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. വെയിൽ വന്നാൽ മതിയായിരുന്നു. അന്നേരമാണെങ്കിൽ ആ ചൂട് കാരണം എങ്ങനെയെങ്കിലും അങ്ങ് മഴ പെയ്താൽ മതിയായിരുന്നു. മഴ പെയ്താൽ മതിയായിരുന്നു എന്നായിരുന്നു. ഇപ്പം മഴ വന്നപ്പോൾ എന്താ വെയിലായാൽ മതിയായിരുന്നു. തുണി ഉണങ്ങി കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പിന്നെ ഞാൻ വേഗം തുണി നൂത്തിടുകയാണ്. അവളപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരുമ്പോൾ ഉണരും. അപ്പോൾ അതിന് മുന്നേ തുണി നൂത്തിടാമെന്ന് കരുതി അങ്ങനെ നൂത്തിട്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ വിളി തമ്പുരുമോൾ ഉണർന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വേഗം ചെന്ന് തമ്പുരുമോളെ എടുത്തിട്ട് വരുവാണ്. അവിടെ ചെന്നപ്പോഴേ പുള്ളിക്കാരി റൂമിൽ നിന്ന് ഇറങ്ങി അടുക്കള മുറ്റത്ത് ചെല്ലുന്നു. തിരക്കി ചെന്ന് അങ്ങനെ പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഞാനിവിടെ കൊണ്ട് നിർത്തിയിരുന്നു. തുണി കുറച്ച് നൂത്തിട്ട് ഇന്നലെ വന്നിട്ട് അനീഷ് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം കുറച്ചെടുത്ത് കറി വെച്ച് ബാക്കി ഞാൻ ലെഗ് പീസും അങ്ങനെ കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തയ്യാറാകുമ്പോഴേക്കും ഫ്രൈ ആക്കാമെന്ന് കരുതി വെച്ചതാണ്. പക്ഷേ അന്നേരം ചെയ്യാൻ തോന്നിയില്ല. അപ്പം ഞാൻ വെച്ച് ഇന്നത്തേക്ക് ആക്കാമെന്ന് വെച്ചു. അപ്പം ഞാനത് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ എന്നാൽ ചിക്കൻ ഫ്രൈ ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് കരുതി. രാവിലെ എത്ര കാപ്പി കഴിക്കുന്നതാണെങ്കിലും രാവിലെ ചോറ് കഴിക്കുന്നതിനൊരു പ്രത്യേക ഒരു സുഖമാണ്. വേറെ കാപ്പിയൊന്നും കഴിച്ചാൽ അത്രയ്ക്കൊന്നും വയറ് നിറയത്തില്ല. ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരിതാണ്. അങ്ങനെ വേഗം ചോറും കറിയും ചീനിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി ചോറ് വേഗം കഴിച്ച് എന്നിട്ട് നമ്മളെന്താ ഈറ്റിങ്ങിൽ വരെ പോകണമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ശരിപടി എന്ന് പറഞ്ഞ് ഞാനും തമ്പുരുമോളും ഒരുങ്ങി ഞങ്ങൾ ഈറ്റിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഒരു ATM ചെന്നപ്പം SBIൻ്റെ തന്നെ ഒരു ATM ഉണ്ട്. അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങ് മാറിയിട്ട് ATM ബാങ്കും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയത്. അവിടെ ചെന്ന് ബാങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. ATMൽ 2-3 നേരം ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ATMൽ ക്യാഷൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വേഗം തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പം നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് തിരിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അനീഷിന് പിന്നെ വണ്ടി പണിയാൻ വേണ്ടി നമ്മൾ അടൂർ വരെ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ അങ്ങോട്ടങ്ങ് പോയതുകൊണ്ട് നമ്മൾ പിന്നെ ചേട്ടനെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ വന്നപ്പോൾ തന്നെ തമ്പുരുമോൾ വേഗം തന്നെ ഉറങ്ങിപ്പോയി. ഉറക്കമായിപ്പോയി. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണമാണ്. അന്നേരം പിന്നെ ഞാൻ കരുതി അവൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു തോരൻ അങ്ങാക്കി കൂട്ടാമെന്ന്. അങ്ങനെ പിന്നെ വെണ്ടയ്ക്കയും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് ഞാൻ ഒരു തോരനാക്കാൻ വേണ്ടി വേഗം തന്നെ അരിയാൻ തുടങ്ങി. ഞാൻ അന്നേരം TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. TV ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. സാധാരണ അങ്ങനെ വെണ്ടയ്ക്ക വാങ്ങുവാണെങ്കിൽ മെഴുക്ക് പുരട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറാണ് ഉള്ളത്. അല്ലാണ്ട് തോരനാക്കി അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞങ്ങളുടെ ഒരു ചേച്ചി ഇതുപോലെ കസിൻ ചേച്ചി അനീഷിൻ്റെ ഒരു ചേച്ചിയാണ്. അപ്പം ചേച്ചി സൗമ്യ ചേച്ചി എന്നാണ് പേര്. അപ്പം ആ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൂട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് തോരനാക്കാൻ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ നേരത്തെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ എപ്പോഴും വെണ്ടയ്ക്ക കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ മെഴുക്ക് പുരട്ടി വെക്കുന്നതിനേക്കാട്ടി കൂടുതൽ ഇങ്ങനെ ഇതാക്കി ക്യാരറ്റും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടൊരു തോരനാക്കാറാണ് പതിവ്. അപ്പം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പം പെട്ടെന്ന് തന്നെ അത് തീരും. അല്ലാണ്ട് മെഴുക്ക് പുരട്ടി തന്നെ വെക്കുമ്പോഴാണെങ്കിലും ഞാൻ കഴിക്കാറില്ല. ഇതിങ്ങനെ ആക്കി തോരൻ പോലെ വെക്കുമ്പം സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ അരിഞ്ഞ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങ തിരുമ്മിയിട്ട് പിന്നെ അതിനകത്ത് ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ അടുപ്പിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം.
കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളം നമ്മൾ വെള്ളം തളിക്കത്തില്ല, അങ്ങനെ തളിച്ച് ഒന്നാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് എടുത്താൽ മതി. അങ്ങനെ തോരനായി പെട്ടെന്ന് തന്നെ തോരൻ വേവും. എന്നിട്ടെന്താ, ഞാൻ കുറച്ച് രാവിലെ വെച്ച ചിക്കൻ പീസും തോരനും കറിയും പിന്നെ മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു, അച്ചാർ, അതും കൂട്ടി ഒരു ഉണക്കമാങ്ങയായിരുന്നു, അതെല്ലാം കൂടെ കൂട്ടി കഴിച്ച് വന്നപ്പോഴാണ് തമ്പുരുമോൾ ഉണർന്നപ്പം അടുത്ത അച്ചാമ്മ അതുപോലെ കുറച്ച് സ്നാക്ക് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഉണർന്നപ്പം മൂടങ്ങോട്ട് ശരിയല്ല, പിന്നെ അത് കണ്ടുകൊണ്ട് അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കൊച്ചിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. അപ്പം നമുക്ക് വ്ളോഗ് പോയിട്ടൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അപ്പം നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ് ഗൈസ്. നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചിൽഡ്രൻ ചാച്ച. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.